ചിക്കന് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച്, ഗരം മസാല, കുരുമുളക് ഇതെല്ലാം ഇട്ട് നാരങ്ങ നീര് ഒരു നാരങ്ങ പിഴിഞ്ഞ് വെച്ചു. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയെടുത്ത് വെക്കുന്നു. വെച്ചു ഗരം മസാല, ലെമൺ ജ്യൂസ് ഇതെല്ലാം ഇട്ട് ഇളക്കി വെച്ചു. ഇതിനകത്തുനിന്ന് എല്ലില്ലാത്ത കുറച്ച് കഷ്ണങ്ങൾ മാറ്റിയെടുക്കും. ഇല്ലാത്ത ദശ കഷ്ണങ്ങളെടുത്തു. എല്ലുണ്ടെങ്കിലും പുഴിയും കഴിയുമ്പം എല്ല് മാറ്റാവുന്നതാണ്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങിയെടുക്കുന്നു. അരച്ച് തിളച്ച് ഇളക്കിയിടുക. വെള്ളം പറ്റുവോളം വേവിക്കും. വെള്ളം പറ്റിക്കഴിഞ്ഞിട്ട് തീർക്കാം. ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള ചിക്കൻ വേവിക്കുന്നു. അതിനകത്തേക്ക് വെള്ളം പറ്റിട്ട് വേണം. കംപ്ലീറ്റ് വെള്ളം പറ്റുമ്പോൾ തീയെടുക്കാം. ചൂടാറിട്ട് വേണം നമുക്ക് തീയെടുക്കാം. ഇതിനകത്ത് വെള്ളം പറ്റി തീയെടുക്കുക. ചിക്കൻ കട്ട്ലേറ്റ് ചേർക്കാനുള്ള ഉള്ളി, മുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് എരിഞ്ഞ് വഴറ്റുന്നു. റസ്ക് പൊടിച്ചെടുക്കുന്നു. കിഴങ്ങ് പുഴുങ്ങിയത് പൊടിച്ചെടുക്കുന്നു. മുട്ട അടിച്ച് വെക്കുന്നു. ഒരു എഗ്ഗ് ബീറ്റ് ചെയ്ത് പതപ്പിച്ച് വെച്ച് പുഴുങ്ങി പൊടിച്ച് വെച്ചു. മുട്ട പൊട്ടിച്ച് റസ്ക് പൊടിച്ച് വെച്ചു. നമ്മൾ ചെറുതായിട്ട് പൊടിച്ച് മിക്സ് ചെയ്തെടുക്കും. ചിക്കൻ മിക്സിയിലിട്ട് നിന്ന് ചുറ്റിച്ചെടുക്കുന്നു. ചിക്കൻ പൊടിച്ചെടുത്ത് വെച്ചു. ഉള്ളിയൊക്കെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റുക. മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് ഇതിലേക്ക് പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചിടാം. പൊടിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് പൊട്ടറ്റോയ്ക്ക് ചേരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടു. ഈ ഇറച്ചി പൊടിച്ചതിടുന്നു. ചിക്കൻ ഉപയോഗിച്ച് പൊടിച്ചിട്ടിരുന്ന് എടുത്തിട്ട് ഇളക്കുന്നു. ഇളക്കി ഒഴിപ്പിച്ചിട്ട് തീ എടുത്ത് ചോറ് ചൂടോടെ ഉരുട്ടി വെക്കുന്നു. ചെറിയ ബോളുകളാക്കി വെക്കുന്നു. ചെറിയ ചൂടോടെ ഉരുട്ടി വെച്ചു. ചൂടായപ്പോൾ കട്ട്ലേറ്റ് എടുത്ത് മുട്ടയിൽ മുക്കി റസ്ക് പൊടിയിൽ ഉരുട്ടി എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കുന്നു. മറിച്ചിടുന്നു. വേറൊരു ചെണ്ടിട്ടിങ്ങോട്ട് ഇത് രണ്ട് സൈഡ് മൂത്ത് പോരാ.
ചിക്കൻ കട്ട്ലേറ്റ് റെഡി.